ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെക്ക് ട്രാവൽ. ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഇറങ്ങി. ഇതൊരു ടൗൺ ഏരിയ ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന നല്ല ട്രാഫിക്കുണ്ട്, വണ്ടികളൊക്കെ നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്ഥലമാണ്. രാമയ്യ ഹോസ്പിറ്റലിലൊക്കെ അടുത്തായിട്ട് വരും. മത്തിക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്, നല്ല സ്ഥലമാണ്. ഒരുപാട് മലയാളീസൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് മത്തിക്കര. ഇനിയിപ്പം കുറച്ച് നടക്കാനുള്ളതേ ഉള്ളൂ, ഒരു 600 മീറ്റേഴ്സ് ഉണ്ട്. അപ്പം നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ബാംഗ്ലൂരിൻ്റെ ഒരു വേൾഡ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് തന്നെയാണ്. ട്രാഫിക്കില്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ മെട്രോ ഒരു പരിധി വരെ മെട്രോ നല്ല രീതിയിൽ അവരുടെ കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്, പ്രോഗ്രസീവാണ്. അതുകൊണ്ട് ഒരുപാട് റൂട്ടിലേക്ക് മെട്രോ ഉണ്ട്, അവൈലബിൾ ആണ്. നമ്മുടെ ഇപ്പം ഞാൻ നിൽക്കുന്ന യശ്വന്ത്പൂർ ഡിസ്ട്രിക്റ്റിലാണെങ്കിലും അവിടെ നിന്ന് നമുക്ക് അടുത്താണ് മെട്രോ സ്റ്റേഷന്. മാളിലോട്ടുള്ള ഡയറക്റ്റ് മെട്രോ അവൈലബിൾ ആണ്. പിന്നെയുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ട്രാഫിക്കിൽ ഇത്രയും നേരം കിടന്നാൽ ആൾക്കാർക്ക് പരിഭവമില്ല. മലയാളികളാണെങ്കിൽ എവിടെ സിഗ്നൽ വന്നാലും അതിന് ഒരു റിമാർക്കും കമൻസും ഒക്കെ പറയുന്നവരാണ്. ഇവിടെ മുക്കിന് സിഗ്നൽസാണ് ഉള്ളത്. ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല, നല്ല ട്രാഫിക്കുമാണ്. ഇവിടെ ഇതാണ് ചൗടേശ്വര ആർച്ച്. ഇത് കഴിഞ്ഞാൽ BK നഗർ റോഡാണ്. ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ എൻ്റെ വീട്ടിലോട്ട്. നമുക്ക് പോകാം. നല്ല റോഡാണ് കേട്ടോ, അടിപൊളി റോഡാണ്. നല്ല കോൺക്രീറ്റഡ് ഔട്ട്സൈഡുള്ള നല്ല റോഡാണ്. ഏകദേശം സിറ്റീസ് എല്ലാം കണക്റ്റഡാണ്. മത്തിക്കരയിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. നല്ല ഇവിടെ വലിയ കോസ്റ്റ് ഓഫ് ലിവിങ് അത്ര കൂടുതലൊന്നുമല്ല. നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസിനൊക്കെ സ്റ്റേയും PG സ്റ്റേയും ഒക്കെ ഉണ്ട്. ഒരുപാട് സ്റ്റുഡൻസ്, മലയാളി സ്റ്റുഡൻസൊക്കെ പഠിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആർച്ച് കഴിഞ്ഞാൽ നേരെ നടക്കാനുള്ളതേ ഉള്ളൂ. ഇനിയും വളരെ അടുത്ത് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇന്ന് നടന്നാണ് പോകുന്നത്. വണ്ടി എടുത്തുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ലച്ച് പിടിക്കാനും ബ്രേക്ക് പിടിക്കാനേ ഉള്ളൂ സമയം ഇവിടെ. ഈ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് ഐശ്വര്യം ബിൽഡിംഗ് എന്നാണ് പേര്. ഐശ്വര്യം. ലൈറ്റ് ഇച്ചിരി കുറവാണ്. ലൈറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇരുട്ടായിരിക്കും. സോറി. നടന്ന് വീട്ടിലെത്തി. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. എന്നും ഈ വാച്ച് വെച്ചിട്ട് നടന്ന് കലറീസ് എത്ര ബേൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരുപാട് വണ്ണം കുറയുന്നുണ്ട് ബാംഗ്ലൂർ വന്നുകൊണ്ട്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയും ഒന്ന് ഫ്രഷായി എനിക്ക് ആ ബിഗ് ബോസിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണാൻ, ഏകദേശം ഫിനാലൊക്കെ എടുക്കാറായിരുന്നു. ചെറുതായിട്ടൊന്ന് കാണാൻ തുടങ്ങി. നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനൊക്കെ കളിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ ആ സമയത്താണ് കാണാൻ തുടങ്ങി. അങ്ങനെ റെഗുലറായിട്ട് കാണുന്ന ആളല്ല. ഒരു സെക്കൻഡ് സീസൺ കണ്ടിട്ടുണ്ട്, തേർഡ് സീസൺ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർത്ത് സീസണും ഡോക്ടർ ഉണ്ടായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ബിഗ് ബോസ് വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മുഖത്ത് നോക്കി പറയുന്നത് ആരൊക്കെയാണെന്നും അത് മനസ്സിൽ വെച്ച് ഒരു അവസരം വരുമ്പോൾ പുറകിൽ നിന്ന് കുത്തി തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ആരൊക്കെയാണെന്നും ഓരോരുത്തരായി ഗാർഡൻ ഏരിയയിൽ വെച്ച് പറയുക. ബസർ കേൾക്കുമ്പോൾ ആരംഭിക്കുക. 1 റിയാസ്, 2 ദിൽഷ, 3 സൂരജ്. സത്യം പറഞ്ഞാൽ റോബിൻ ഔട്ടായെങ്കിലും അതിനുശേഷം റിയാസിൻ്റെ ഒരു വരവ് ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കി. എന്തോ ഈ ഹാവിങ് ഒരു ഫീമെയിൽ ടൈപ്പ് ഓഫ് വേ സംസാരമൊക്കെ ആണെങ്കിൽ പോലും ആൾ നല്ല കണ്ടന്റ് ക്രിയേറ്ററാണ്. നല്ല രീതിയിൽ ലക്ഷ്മിപ്രിയയൊക്കെ അഭിനയിക്കുന്നുണ്ട്, അതായത് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പുള്ളിയുടേതായിട്ടുള്ള കുറേ എത്തിക്സും LGBT കമ്മ്യൂണിറ്റിയുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ബ്ലസ്ലി ഇപ്പോൾ അവസാന ഘട്ടമൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ പറയുന്ന വാക്കുകൾ പുള്ളി ചില കാര്യങ്ങൾ കണ്ടുപിടിച്ച് പറയുമ്പോൾ അത് വളരെ ഷാർപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇൻ്റലിജൻറ്റ് പ്ലെയറാണ് ബ്ലസ്ലി. ആൻഡ് ദിൽഷ ഓൾറെഡി ഫൈനലിലേക്ക് വന്നു. ഞാൻ ഈ ഒരു സീസൺ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട്, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. ഓക്കെ, നോക്കാം എവിടെ. പിന്നെ ഒരു കാര്യമേ, നമ്മൾ ഇപ്പം വന്നു കഴിഞ്ഞാലല്ലേ, രാവിലെ തൊട്ടുള്ള പരിപാടി എന്തൊന്ന് പോയി കണ്ടിട്ട്